പോലീസുകാർ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അവർക്കാകെ കൂടെ കണ്ടെടുക്കാൻ സാധിച്ചത് ശിബിലിയുടെ എല്ലുകൾ മാത്രമാണ്. അതിലെ മാംസം മുഴുവനും വെട്ടിയെടുത്ത് അവന്റെ സുഹൃത്തുക്കൾ ഭക്ഷിച്ചിരുന്നു. ബംഗ്ലാദേശിനെ ഒന്നടക്കം പിടിച്ചുകുലുക്കിയ ഷിബിൽ സാദിഖ് ഹൃദയ് എന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ബംഗ്ലാദേശിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഷിബിൽ സെയ്ദ് ഹൃദയ് എന്ന 20 വയസ്സുകാരൻ ജനിച്ചിരുന്നത്. വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് തന്നെ തന്റെ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി തൊട്ടടുത്തൊരു കോഴി ഫാമിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തു വരാറായിരുന്നു ഷിബിൽ. എല്ലാം നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവന്റെ ആവശ്യങ്ങൾക്കുള്ള അവന്റെ കോളേജിലെ ഫീസ് അടക്കാൻ ആവശ്യമായിട്ടുള്ള പണമൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ജോലികളിൽ നിന്ന് തന്നെയായിരുന്നു ഷിബിൽ പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സാധാരണ രീതിയിൽ തന്നെ കോഴി ഫാമിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ഷിബിൽ എത്ര വൈകിയിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. മകനെ കാണാതായതോടുകൂടി ഷിബിലിയുടെ മാതാവ് നിരന്തരമായിട്ട് അവനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ വിളിച്ചിട്ടും ഷിബിൽ കോൾ എടുക്കുന്നില്ല. അതോടുകൂടി തന്നെ ഷിബിലിയുടെ മാതാവ് ആ ഒരു കോഴി ഫാമിന്റെ ഓണർക്ക് വിളിച്ച് ഷിബിലി അവിടെയുണ്ടോ, എന്താണ് വരാത്തത് എന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിക്കുകയാണ്. കോഴി ഫാമിന്റെ ഓണറിന് പറയാനുണ്ടായിരുന്നത് ഷിബിൽ നേരത്തെ തന്നെ പോയല്ലോ, വീട്ടിലേക്ക് എത്തിയില്ലേ എന്നൊരു കാര്യമായിരുന്നു. അതോടുകൂടി പതിയെ ഷിബിലിന്റെ മാതാവിന്റെ മനസ്സിലേക്ക് ഭയം ഇരച്ചു വരാൻ തുടങ്ങി. തന്റെ മകനെ കാണാതായതോടുകൂടി കോഴി ഫാം വരെ പോയി വരാമെന്ന ഉദ്ദേശത്തോടുകൂടി ഷിബിലിയുടെ മാതാവ് പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവസരത്തിൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ഷിബിലിയുടെ ഒരു ഫോൺ കോൾ വരികയാണ്. എടുത്തു നോക്കിയപ്പോൾ ഭയന്നുകൊണ്ട് ഷിബിൽ പറഞ്ഞു, എന്നെ ആരോ തട്ടിക്കൊണ്ടു പോവുകയാണമ്മേ, അച്ഛനോട് പറയൂ എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കൂ എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകളായിരുന്നു ആ കാളിലുണ്ടായിരുന്നത്. അമ്മയുടെ മനസ്സിലേക്ക് ഭയം ഇരച്ചു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ട്രക്ക് ഡ്രൈവറായിട്ടുള്ള ഷിബിലിയുടെ പിതാവിനെ വിവരം അറിയിക്കുകയാണ്. അയാളും എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. നിരന്തരമായി പിന്നെയും അവർ അവന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആരും തന്നെ ഫോൺ എടുത്തില്ല. ഏതാനും സമയം അത്തരത്തിൽ കടന്നുപോയി. പെട്ടെന്ന് വെച്ചുകൊണ്ട് ഷിബിലിയുടെ ഫോണിൽ നിന്ന് മാതാവിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ എത്തുകയാണ്. എടുത്തു നോക്കിയപ്പോൾ അവർക്ക് കേൾക്കാൻ സാധിച്ചത് ഷിബിലി വേദന കൊണ്ട് അലറി കരയുന്നതായിരുന്നു. ഏതാണ്ട് സമയം അത്തരത്തിൽ തുടർന്നതിനു ശേഷം തട്ടിക്കൊണ്ടുപോയവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഫോൺ എടുക്കുകയും അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഷിബിലിയെ ജീവനോടുകൂടെ വേണമെങ്കിൽ 11 ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകണമെന്നായിരുന്നു. എന്തൊക്കെ തന്നെയായാലും 11 ലക്ഷം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കുന്നതിന്റെ അപ്പുറമായിരുന്നു. തങ്ങളുടെ ഒരേ ഒരു മകന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ഓർത്തുകൊണ്ട് ആ പണം നൽകാമെന്ന് തീരുമാനിച്ചു. തങ്ങൾ എത്രയും പെട്ടെന്ന് പണം നൽകാം എന്നൊക്കെ ഷിബിലിയുടെ മാതാപിതാക്കൾ ഈ ഒരു അവസരത്തിൽ ഉറപ്പു കൊടുക്കുകയാണ്. തങ്ങളുടെ ഓരോരു മകന്റെ ജീവന് ഭീഷണിയാവുമെന്ന് കരുതി അവർ ഇക്കാര്യം പോലീസിനെ പോലും അറിയിക്കാൻ ഭയന്നു. ഈ പണം സമാഹരിക്കാൻ അവർക്ക് മിനിറ്റുകളെല്ലാം മണിക്കൂറുകളായി മാറി. പല വാതിലുകളും അവർ സ്വകാര്യമായി കയറിയിറങ്ങാൻ തുടങ്ങി. രക്ഷിതാക്കളുടെ ദരിദ്ര ജീവിതത്തിൽ നിന്നും ഒരേ ഒരു സ്വപ്നം അവരുടെ മകനായിരുന്നു. നീറുന്ന ജീവിതത്തിൽ ആ കുടുംബത്തെ മാറോട് ചേർത്ത് സന്തോഷിപ്പിക്കുന്നത് ആ കുഞ്ഞായിരുന്നു. സമയങ്ങൾ നീണ്ടുപോകുന്നു. പൊന്നുമോനു വേണ്ടി ആ അച്ഛനും അമ്മയും മുറിയാത്ത കണ്ണീരോടെ ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിലൂടെ ഓടുകയാണ്. പാവപ്പെട്ട ആ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായത് കാരണം അവരെ ആരും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ലായിരുന്നു. പല വാതിലുകളും അവർക്കുമേൽ പൊട്ടിയടക്കപ്പെട്ടു. ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ കിലോമീറ്ററുകളോളം ആ അമ്മ മകന് വേണ്ടി ഓടി ഭിക്ഷയെടുത്തു. നൊന്തു പ്രസവിച്ച ആ അമ്മയുടെ കാലുകളുടെ ചലനം നിൽക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ട ആ തുക ലഭിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ആ തട്ടിക്കൊണ്ടുപോയവരിലെ തലവൻ വീണ്ടും വിളിക്കുകയാണ്. ആകെ തളർന്ന ആ അമ്മ തങ്ങളുടെ ദയനീയ അവസ്ഥ അവരോട് വിവരിക്കുകയാണ്. ഒട്ടും ദയയില്ലാതെ അവർ ആ അമ്മയോട് ഷിബിലിയെ ജീവനോട് തിരിച്ചു കിട്ടണമെങ്കിൽ 2 ലക്ഷം ടക്ക തരണമെന്ന് പറയുകയായിരുന്നു. 2 ലക്ഷം ടക്ക എന്ന് പറയുന്നത് 1.5 ലക്ഷമായിരിക്കും. നാളെ പണവുമായി ബന്ദർബാനിലെ ഈ സ്ഥലത്ത് നിന്നാൽ മതിയെന്ന് അമ്മയോട് അവർ പറഞ്ഞു. പക്ഷേ ഈ 2 ലക്ഷം ടക്ക എന്ന് പറയുന്നതും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സംഖ്യയായിരുന്നു. പക്ഷേ തൻ്റെ ആ ഒരേ ഒരു മകനെ വിട്ടുകിട്ടാനായിട്ട് പലരിൽ നിന്നും അവർ കടമായി പണങ്ങൾ വീണ്ടും സ്വരൂപിക്കാൻ ഓടിത്തുടങ്ങി. ആ സമയമെല്ലാം ആ അമ്മയുടെ മനസ്സിൽ
ശിബിലിയുടെ വേദന കുത്തി നിറയാൻ തുടങ്ങിയിരുന്നു. എൻ്റെ മകനെ അവർ കൊന്നിട്ടുണ്ടാവുമോ? അവൻ അവസാനമായി വിളിച്ച കോളിലെ അവൻ്റെ വേദന കൊണ്ട് പൊളയുന്ന കരച്ചിൽ അവരുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 4-ാം തീയതി നേരം പുലരും മുമ്പേ ശിബിലിയുടെ അച്ഛൻ ആ പണസഞ്ചിയുമായി മുറിയാത്ത കണ്ണീരുമായി ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങി. ഒടുവിൽ അവർ പറഞ്ഞ ആ സ്ഥലത്തെത്തി. കൂടെ ആരുമില്ലായിരുന്നു. സ്വന്തം ജീവനെ പോലും വകവെക്കാതെ തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുപോവാനായി അച്ഛൻ അവിടെ കാത്തുനിന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുഖമൂടിധാരികളായിട്ടുള്ള 2 പേർ ശിബിലിയുടെ അച്ഛൻ്റെ നേരെ വരുന്നത് ആ അച്ഛന് കാണാനായി. അച്ഛൻ്റെ കണ്ണ് അവരുടെ പുറകിലേക്കായിരുന്നു. പക്ഷേ തൻ്റെ മകനെ അവിടെ കാണാനില്ലായിരുന്നു. മുഖമൂടിധാരികളായ അവർ ശിബിലിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണമടങ്ങിയ ആ സഞ്ചി വാങ്ങി. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ശിബിലി വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കും എന്ന് അവർ ഉറപ്പു നൽകി. അങ്ങനെ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടെ ആ അച്ഛൻ പൊന്നുമോനെ കാണാനായി വീട്ടിലേക്ക് ഓടുകയാണ്. തെരുവോരങ്ങളിലെ ട്രാഫിക് ബ്ലോക്കുകളും പർവ്വതങ്ങളുമെല്ലാം താണ്ടി അദ്ദേഹം ആ വീട്ടിലേക്ക് ഓടിയെത്തുകയാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്ത ആ അച്ഛൻ്റെ കാലുകൾ ആ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്ക് കുഴഞ്ഞ് അവശനായിരുന്നു. എന്നാൽ ശിബില വീട്ടിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്ന കാര്യം അച്ഛന് അറിയില്ലായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ നമ്മുടെ മോനെവിടെ എന്ന ചോദ്യത്തിന് കരച്ചിലിനാലുള്ള മറുപടി ആ വീട്ടിലെങ്ങും പരന്നു. അവർ മണിക്കൂറുകളോളം മുറ്റത്തേക്ക് നോക്കി കാത്തിരുന്നു. മണിക്കൂർ സൂചികൾ സെക്കൻഡ് സൂചികളെ പോലെ നീങ്ങിയിട്ടും ആ വീട്ടിലേക്ക് ശിബിലി എത്തിയിട്ടില്ലായിരുന്നു. ഒരുപാട് തവണ ശിബിലിയുടെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചു. എന്നാൽ ഒരു മറുപടിയും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സൂര്യൻ ഇരുട്ടിലേക്ക് മായുമ്പോൾ തൻ്റെ മകനെ അന്വേഷിക്കാനായുള്ള ഓട്ടത്തിനായി ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ആ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ പോലീസിനെ തന്നെയാണ് അറിയിക്കേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ദിവസം കാത്തിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് പോലീസിനെ അറിയിച്ചില്ല? വലിയ തരത്തിലുള്ള ചീത്തയും ശകാരങ്ങളുമാണ് പോലീസിൽ നിന്നും അവർക്ക് ലഭിച്ചത്. അവരുടെ മുമ്പിൽ സമയം ചിലവഴിക്കാൻ ഇല്ലായിരുന്നു. ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസിന്റെ അന്വേഷണം ബംഗ്ലാദേശിലെ ശിബിലിയുടെ എല്ലാ കൂട്ടുകാരുടെ വീട്ടിലേക്കും പരന്നു തുടങ്ങി. നാടൊന്നടക്കം ആ പൊന്നുമോന്റെ തിരച്ചിലിനായി ഒത്തുചേർന്നു. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 7-ാം തീയതി തുടങ്ങിയ തിരച്ചിൽ സെപ്റ്റംബർ 11-ാം തീയതി ആയപ്പോഴേക്കും പോലീസുകാർക്ക് കൃത്യമായി അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയാണ്. നാടൊന്നടക്കം ഉറ്റുനോക്കിയിരുന്നത് പ്രതികളിലേക്കല്ലായിരുന്നു, ശിബിലിയുടെ ജീവനിലേക്കായിരുന്നു. എന്നാൽ അതിന് ദിവസങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നു. ഈ കേസ് എത്തിച്ചേരുന്നത് മറ്റാരിലേക്കുമല്ല, ശിബിലിയുടെ കൂട്ടുകാരിലേക്ക് തന്നെയായിരുന്നു എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന കാര്യം. ആദ്യം തന്നെ പോലീസ് അവരോട് ചോദിച്ചത് ശിബിലി എവിടെ എന്നായിരുന്നു. അതിന് അവർ ഓരോരുത്തരും നൽകിയ ഓരോ മറുപടിയും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ശിബിലി സാദിഖ് ഹൃദയ എന്ന 20 വയസ്സുകാരൻ ജോലി ചെയ്തിരുന്ന കോഴിഫോമിൽ 6 ഗോത്രവിഭാഗക്കാരായിട്ടുള്ള ജോലിക്കാർ ഉണ്ടായിരുന്നു. അവരെല്ലാം ശിബിലിയേക്കാൾ പ്രായത്തിൽ മൂത്തതായിരുന്നു. അവരെല്ലാം കാലങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്തിനും ശിബിലിയുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ശിബിലിക്ക് അവരെ വിശ്വാസമായിരുന്നു. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെയായിരുന്നു അവരുടെ ബന്ധവും ജോലിയുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയിരിക്കെ അപ്രതീക്ഷിതമായി ആ കോഴിഫോമിലെ ഏതാനും ചില കോഴിത്തീറ്റയുടെ പാക്കറ്റുകൾ നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇക്കാര്യം ശിബിലി അടക്കം കോഴിഫാമിലുള്ള മുഴുവൻ ജോലിക്കാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ശിബിലി ആരാണ് ഈ കോഴിത്തീറ്റകളെല്ലാം മോഷ്ടിക്കുന്നത്, ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ശിബിലി ആ കോഴിഫാമിലെ മാനേജറാണ്. കോഴിഫാമിന്റെ ഉടമയുടെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാൾ തന്നെയായിരുന്നു ശിബിലി. അതുകൊണ്ടൊക്കെ തന്നെ ശിബിലി ആ രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. പതിവ് പോലെ അവരെത്തി ആ കോഴിത്തീറ്റയുടെ പാക്കറ്റുകൾ മോഷ്ടിക്കാൻ ആരംഭിച്ചു. ഇത് മറ്റാരുമായിരുന്നില്ല, അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള ആ 6 പേര് തന്നെയായിരുന്നു. എന്നാൽ ശിബിലി ആ തെറ്റിന് കൂട്ടുനിൽക്കാൻ തയ്യാറല്ലായിരുന്നു. മിടുക്കനായിട്ടുള്ള അവൻ അന്നേ ദിവസം അത് കൈയോടെ പൊക്കി. എന്നാൽ അവനെ ഈ 6 പേരും ചേർന്ന് ഇടിച്ച് അവശനാക്കി. എന്നാലും അവൻ ആ തെറ്റിന് കൂട്ടുനിൽക്കാൻ തയ്യാറായില്ല. ഉടൻ തന്നെ അവന്റെ ശബ്ദം കേട്ട ആ കോഴിഫാമിലെ ഉടമ ഓടിയെത്തുകയാണ്.
അവനെ അവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്തി. അവരുടെ വാക്ക് തർക്കങ്ങളെല്ലാം ഓണർ തീർത്ത് ആ 6 പേർക്കും വാണിംഗ് നൽകുകയും ചെയ്തു. ഇനിയെങ്ങാനും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞു വിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം അവിടെ വെച്ച് തീർന്നു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ശിബിലിയോടുള്ള പക ആ 6 പേരുടെ മനസ്സിലും തളക്കുകയായിരുന്നു എന്ന കാര്യം ശിബിലിക്ക് പോലും അറിയുകയില്ലായിരുന്നു. ശിബിലിയോടുള്ള പ്രതികാരം എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് അവർ 6 പേരും തക്കം നോക്കി കാത്തിരിപ്പ് തുടർന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ് മാസം 28-ാം തീയതി എത്തുന്നത്. പതിവ് പോലെ തന്നെ ശിബിലി ഫാമിലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. സമയം ഏറെ സന്ധ്യയോടടുത്തിരുന്നു. ശിബിലിയോടുള്ള പ്രതികാരം തീർക്കാൻ തക്കം നോക്കി കാത്തിരിക്കുന്ന ആ 6 പേരും നിശ്ചയിച്ച ദിവസം അന്നായിരുന്നു. അവർ ആ കാട്ടിനുള്ളിൽ ശിബിലിയുടെ വരവും കാത്തിരുന്നു. അവൻ അറിയില്ലായിരുന്നു ആ നടത്തം അവന്റെ അവസാനത്തെ നടത്തമാണെന്ന്. അവന്റെ കൂട്ടുകാരുടെ അരികിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ അടുത്തെത്തിയപ്പോൾ മുഖംമൂടി ധരിച്ച അവർ ശിബിലിയെ പിടിച്ചു കാറിലേക്ക് കയറ്റി. അവനെ അതിനുള്ളിൽ വെച്ച് തന്നെ അവർ ഒരുപാട് മർദ്ദിച്ചു. അവശനായ ശിബിലിക്ക് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവർ തന്നെയാണ് അവനെ കൊണ്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചതും. അവന്റെ കഴുത്ത് ഞെരിക്കുന്ന വേദനയോടെ എന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോകുന്നു, എന്നെ രക്ഷിക്കൂ അമ്മേ എന്ന് അവന്റെ പെറ്റമ്മയോട് അവൻ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ ആ 6 പേരും ശിബിലിയെ കൊണ്ടുപോയത് വടൽപൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു. ആദ്യം അവർ 6 പേരും വിചാരിച്ചിരുന്നത് പണം വാങ്ങിയതിനു ശേഷം ശിബിലിയെ വിട്ടയക്കാമെന്നായിരുന്നു. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമംഗ് സിംഗ് മർമ്മ എന്ന വ്യക്തി പൂർണ്ണമായും അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അഥവാ ശിബിലിയെ വിട്ടയച്ചാൽ പോലീസ് കേസ് ആവുകയും ശിബിലി ഇവരെക്കുറിച്ചെല്ലാം പോലീസിനോട് വ്യക്തമായി പറയുകയും ചെയ്യും എന്ന് ഉമംഗ് സിംഗ് മർമ്മ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഉമംഗ് സിംഗ് മർമ്മ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കുകയും ചെയ്തു. ശിബിലിയെ കഴുത്തറുത്ത് കൊല്ലാമെന്ന് അവർ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം ശിബിലി പൂർണ്ണ ബുദ്ധിയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. പൊന്നുമോനെ ഓമനിച്ചു വളർത്തുന്ന അമ്മയും അച്ഛനും കരയുന്നത് അവന്റെ കൺമുന്നിലൂടെ മിന്നിമറയുന്നുണ്ടായിരുന്നു. അവനെ കാത്തിരിക്കുന്ന അമ്മയോടും അച്ഛനോടും ഞാനിനി വരില്ല അമ്മയെന്ന് അവൻ ഒറ്റവീഴുന്ന രക്തത്തിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ 6 പേരിലെ തലവൻ ശിബിലിയുടെ ഫോണിൽ നിന്നും ശിബിലിയുടെ വീട്ടിലേക്ക് വിളിച്ച് ബന്ദർബാനിലേക്ക് 2 ലക്ഷം ടക്കയുമായി വന്നാൽ ശിബിലിയെ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്നത് അവന് ഇഷ്ടമില്ലായിരുന്നു. ഇവർ അവന്റെ രക്ഷിതാക്കളെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ അവൻ കെട്ടിയിട്ട കയറിൽ നിന്നും ഉറ്റി വീഴുന്ന രക്തക്കൈയോടെ വേണ്ട എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ശിബിലിയുടെ മുഖത്തേക്ക് പുഞ്ചിരിച്ചു അവന്റെ കൂട്ടുകാർ കത്തി കഴുത്തിലേക്ക് കുത്തിയിറക്കി അവനെ കൊലപ്പെടുത്തി. പോലീസുകാരോട് അവർ പറഞ്ഞത് അവന്റെ ശരീരം വെട്ടിമുറിച്ച് അവിടെയുള്ള മലയോരങ്ങളിലെ പല സ്ഥലത്തായി ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷേ പോലീസുകാർ തെളിവെടുപ്പിനായി അവന്റെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കാനായി ഈ പ്രതികളെയുമായി വനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പോലീസുകാരെ അക്ഷരാർത്ഥത്തിൽ വീണ്ടും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. അവിടെ കാണാൻ കഴിഞ്ഞത് ശിബിലിയുടെ എല്ലുകൾ മാത്രമാണ്. ഈ ചെറിയ ദിവസം കൊണ്ട് എങ്ങനെ മാംസം എല്ലിൽ നിന്നും ശൂന്യമായി എന്ന് പോലീസുകാർ അവരോട് വീണ്ടും ചോദ്യം ചെയ്തു. അതിന് അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു: അവന്റെ ശരീരം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കാടിന്റെ പല ഭാഗങ്ങളിലേക്കും ഉപേക്ഷിച്ചാൽ പോലീസുകാർക്ക് അതിൽ നിന്നും അവന്റെ ശരീരം തിരിച്ചറിയാൻ സാധിക്കും. ഒടുവിൽ അത് ഞങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതിനാലൊക്കെ തന്നെ ഞങ്ങൾ ആ ശരീരം എല്ലിൽ നിന്നും വേർതിരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിലും ഉപേക്ഷിച്ചു. അതോടൊപ്പം തെളിവ് നശിപ്പിക്കാൻ ഉമംഗ് സിംഗും പലരും ശിബിലിയുടെ മാംസം വേവിച്ച് ഭക്ഷണമാക്കി കഴിച്ചു എന്നും പറയപ്പെടുകയുണ്ടായി. പിന്നീടൊരു പത്രസമ്മേളനത്തിൽ ഇത് തെറ്റാണെന്നും പറയപ്പെട്ടിരുന്നു. ഇതിനൊടുവിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ സാധുവായിട്ടുള്ള 20 വയസ്സുകാരൻ ശിബിലിയെ കൊന്ന് അതിലപ്പുറം ചെറിയ കഷ്ണങ്ങളാക്കി അത് ഭക്ഷിച്ചു എന്നുള്ള വലിയ തരത്തിലുള്ള വാർത്ത പ്രചരിച്ചതോടുകൂടി ജനങ്ങളെല്ലാം വലിയ തരത്തിൽ രോക്ഷാകുലരായി മാറിയിരുന്നു. അതോടൊപ്പം ഉമംഗ് സിംഗ് മർമ്മയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയിരിക്കെ നാട്ടുകാർ ഒന്നടക്കം ആ പോലീസ് ജീപ്പിനെ വളയുകയും അക്രമാസക്തരായ ജനങ്ങളെ ഭയന്ന് ആ ജീപ്പിലുണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും ഇറങ്ങി ഓടുകയും ഒടുവിൽ ആ ക്രൂരനായിട്ടുള്ള ഉമംഗ് സിംഗ് മർമ്മയെ ജനങ്ങൾ അടിച്ചു കൊല്ലുകയും ചെയ്തു. ബാക്കിയുള്ള മുഴുവൻ പ്രതികളെയും പോലീസ് ഇതിനോടകം പിടിച്ചിരുന്നു. ഇന്നും ഈ കേസ് കോടതികളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൊന്നുമോനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും
തീരാ നോവായി ഇന്നും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.